നമസ്കാരം സുഹൃത്തുക്കളെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് അഥവാ PFI എന്ന തീവ്രവാദ സംഘടന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിരോധിക്കപ്പെടാനുള്ള കാരണം നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? തങ്ങളുടെ സമയമായി എന്ന തെറ്റിദ്ധാരണയിൽ കൊലപാതകവും കൊലവിളിയും അഹങ്കാര വർത്തമാനമൊക്കെയായി കേരളത്തിലെ തെരുവുകളിൽ അക്ഷരാർത്ഥത്തിൽ അവർ അഴിഞ്ഞാടുകയായിരുന്നു. അതേസമയം തന്നെ അവർക്കെതിരെയുള്ള അന്വേഷണം നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ടായിരുന്നു. ഒടുവിൽ എല്ലാ തെളിവോടും കൂടി ഇവറ്റുകളെ ഒന്നടങ്കം തൂക്കി. കേരള പോലീസ് പോലും വിവരം അറിയുന്നതിന് മുമ്പ് വെളുപ്പാങ്കാലത്ത് വന്ന് ഓരോരുത്തരുടെയും വീട്ടിൽ നിന്നൊക്കെയാണ് ഇവന്മാരെ പിടിച്ചുകൊണ്ടുപോയത്. അതിൽ പകുതി എണ്ണം പോലും ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഏത് ജയിലിലാണ് എന്ന് പോലും അറിയില്ല. എന്തായാലും ഇടിച്ച് നല്ല ഇഞ്ച പരുവത്തിലാക്കി കാണുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ PFI പോലും, ആ പോപ്പുലർ ഫ്രണ്ടുകാർ പോലും ഒരവസരത്തിൽ പോലും അവർ SNDPക്കെതിരെയോ അല്ലെങ്കിൽ NSSനെതിരെയോ പറയുകയുണ്ടായില്ല. അവർ വളരെ ബുദ്ധിപൂർവ്വം RSSനെതിരെ എന്ന തരത്തിൽ ആണ് ഹിന്ദുവിനെതിരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. RSSനെ അവർ മറയാക്കുകയാണ് ചെയ്തത്. നേരിട്ട് ഹിന്ദുവിനെ പറയുന്നതിന് പകരം RSS, BJP ഈ രണ്ട് വാക്കുകളാണ് എപ്പോഴും അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവിടെ പോലും അവർ ബുദ്ധിപൂർവ്വം RSSനെ ഇടയ്ക്ക് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ലീഗുകാർ മൂരി അണികൾ ചെയ്തത് എന്താണെന്ന് നോക്ക്. അവർ RSSനെ മാത്രമല്ല, RSSനെയും NSSനെയും SNDPക്കെതിരെയും അവർ കൊലവിളി തുടങ്ങിക്കഴിഞ്ഞു. അതും അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി അവർക്ക് കിട്ടി എന്ന് ഉറപ്പിച്ചതിന് ശേഷം എത്ര വലിയ വിഡ്ഢിതരമാണ് ലീഗ് ഇവിടെ കാണിച്ചു വെച്ചത് എന്ന് ഓർക്കുക. RSS എന്നത് ഒരു സാംസ്കാരിക സംഘടനയാണ്. അതിൽ നാനാജാതി മതസ്ഥരുണ്ട്. എന്നാൽ NSSും SNDPയും അങ്ങനെയല്ല. അത് സാമുദായിക സംഘടനയാണ്. തീർച്ചയായിട്ടും അവിടേക്ക് നേരെ ആക്രമിക്കുമ്പോൾ RSSനെ ആക്രമിക്കുന്ന പോലെയോ BJP ആക്രമിക്കുന്ന പോലെയോ അല്ല. അത് അതിലെ അംഗങ്ങൾ എടുക്കുക. അവർക്കൊരു പക്ഷേ വെള്ളാപ്പള്ളി നടേശനോട് വിരോധം കാണും, അല്ലെങ്കിൽ ഇഷ്ടക്കേട് കാണും, സുകുമാരൻ നായരോടും കാണും. NSSകാരിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും സുകുമാരൻ നായർ തന്നെ അധികാരത്തിൽ ഇരിക്കുന്നതിനോട് താല്പര്യമില്ല. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി. പക്ഷേ പൊതുവായ ഒരു വിഷയം വരുമ്പോൾ അവരങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കരുത്. നമ്മൾ ഇതിനകം തന്നെ കേട്ട് കഴിഞ്ഞതാണ്. അതിനാൽ ഞാനത് കൂടുതൽ കാണിക്കുന്നില്ല. സംസ്ഥാനത്ത് പലയിടത്തും മൂരി ലീഗുകാർ വെള്ളാപ്പള്ളി നടേശനെതിരെയും സുകുമാരൻ നായർക്കെതിരെയുമൊക്കെ ചീത്തവിളിയടക്കം കൊലവിളി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് നമ്മൾ കേട്ടു. ലീഗായിരിക്കും കേരളത്തിലെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നിയമങ്ങൾ നടപ്പാക്കുന്നതും, ലീഗ് പറയുന്നതാണ് നിയമം എന്ന തരത്തിൽ അവർ മുദ്രാവാക്യം വിളിക്കുന്നു. NSSനെതിരെ തിരിയുന്നു, SNDPക്കെതിരെ തിരിയുന്നു. NSSകാർ എത്രമാത്രം തീവ്രമായിട്ട് തിരിച്ച് പ്രതികരിച്ചു എന്നറിയില്ല. പക്ഷേ SNDPയോട് തൊട്ട് കളിച്ചാൽ അത് ലീഗല്ല, ആരാണെങ്കിലും വിവരമറിയും. കേരളത്തിൽ ഇന്നോളം ഒരു സംഘടനയും ഒരു രാഷ്ട്രീയ പാർട്ടിയും പാണക്കാട് തങ്ങളന്മാരുടെ കോലം കത്തിക്കാൻ മുതിർന്നിട്ടില്ല. പക്ഷേ ഒന്നിലധികം തവണ അത് ചെയ്തത് SNDPക്കാരാണ്. SNDPയോടൊക്കെ കളിക്കുമ്പോൾ, പ്രത്യേകിച്ചും ശ്രീനാരായണ അനുയായികൾ, ഈഴവർ, അവരോടൊക്കെ കളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണമെന്ന പാഠം അവർക്ക് മനസ്സിലാവാത്തൊന്നുമല്ല, പിടിവിട്ട് പോയതാണ്. നേതാക്കൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ പലരും പലപ്പോഴും ആരോപിക്കുന്ന പോലെ പെറ്റുകൂട്ടി അംഗബലം ഉണ്ടാക്കിയാണ് ഇത്രയൊക്കെ വന്നത് എന്ന തരത്തിൽ ചില കൂട്ടരെ പറ്റി പറയാറുണ്ട്. ഒരു 10-30 വർഷം പുറകോട്ട് കേരളത്തിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഓരോ ഈഴവ കുടുംബത്തിലും സമാനമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കാണാം. ഏറ്റവും കുറഞ്ഞത് 6 മക്കളൊക്കെയാണ് അത്തരം കുടുംബങ്ങളുണ്ട്. 6 മക്കൾ, 8 മക്കൾ, 10 മക്കൾ, 12 മക്കൾ. ആ കലാപരിപാടി ഇനിയും ചെയ്യാൻ അവർക്ക് മടിയൊന്നുമില്ല. അതിനാൽ ആ ഒരു വഴിയിൽ കൂടി പോലും ആ ഒരു വിഭാഗത്തിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഈ മണ്ടൻ മുരികൾ മനസ്സിലാക്കിയാൽ നന്ന്. പിന്നെ കായികമായിട്ട് നിങ്ങൾക്കതിന് പറ്റില്ല എന്ന് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. അത് അങ്ങനെ ഒരു പ്രത്യേക കൂട്ടരാണ്. തല്ലാനും കൊല്ലാനും ഇറങ്ങിയാൽ പിന്നോട്ട് പോകുന്ന കൂട്ടരേ അല്ല അവർ. അതിനാൽ RSSനോടോ BJPയോടോ ഒക്കെ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ഹിന്ദുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവരെ മറയാക്കിക്കൊണ്ട് നിങ്ങൾ ഇത്രയും കാലം കളിച്ചുകൊണ്ടിരുന്ന നാടകം, അതിൻ്റെ എല്ലാ മറയും വിട്ട് പുറത്ത് വന്നുകൊണ്ട് നേരെ NSSനെയും SNDPക്ക് എതിരെയൊക്കെയാണ് വരുന്നതെങ്കിൽ കളി കാര്യമാവും. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ബംഗാളൊന്നും ആയിരിക്കില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആസാമായിരിക്കും. ആസാമിലെ അവസ്ഥ നിങ്ങൾ പലർക്കും അറിയാലോ. അവിടെ ഏതാണ്ട് 40% മുകളിൽ മുസ്ലിങ്ങളാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ബലവും നോക്കുക. അവിടെ ഈ മുസ്ലിം കോൺഗ്രസ്, അങ്ങനെയാണ് അത് അവിടുത്തെ കോൺഗ്രസ് അറിയപ്പെടുന്നത്, 19 MLAമാരേ ഉള്ളൂ. അതിൽ 17-18 പേര് മുസ്ലിം MLAമാരാണ്. ബാക്കി 82 വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചത് BJPയാണ്. അതായത് ഈ 40% ഉള്ളത് ഒരു പ്രത്യേക പോക്കറ്റിൽ കിടക്കുകയാണ്. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ ഉള്ളത്. അതായത് മുസ്ലിങ്ങൾക്ക് അവരുടെ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിൽ നിന്ന് ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പരമാവധി MLAമാരുടെ എണ്ണം 22-24 മാത്രമാണ്. ബാക്കി അവർക്ക് ജയത്തിൽ പങ്കുകൊടുക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ LDFൻ്റെ ഭാഗമായിട്ടോ UDFൻ്റെ ഭാഗമായിട്ടിരുന്നുണ്ട്. അല്ലാതെ മുസ്ലിം ലീഗ് എന്ന പേരിൽ മത്സരിച്ചാൽ അവർക്ക് ജയിക്കാൻ പറ്റുന്നത് പരമാവധി 22-25 സീറ്റ് മാത്രമാണ്. അപ്പോഴും ബാക്കി ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളല്ലാത്ത വിഭാഗത്തിൻ്റെ കയ്യിലാണ് എന്ന് ഓർമ്മ വേണം. അവരെ കൂടുതൽ പ്രബുദ്ധ മതേതരം എന്ന ഈ പുറം പൂച്ചുണ്ടല്ലോ, ഈ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞിട്ടിരിക്കുന്ന സാധനം, അത് പൊളിച്ച് പുറത്തു വരാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ് നിങ്ങൾ ഇത്തരം കലാപരിപാടികൾ. അത് കൂടുതൽ ആവർത്തിച്ചാൽ
പണി പാലുവെള്ളത്തിൽ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേരളം ബംഗാളാവില്ല, കേരളം ആസാമാവും. പ്രത്യേകിച്ചും സാമുദായിക സംഘടനയായ SNDPയോടും NSSനോടൊക്കെ മുട്ടുമ്പോൾ അത് സുകുമാരനാഥിനെതിരെയാണ് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്കെതിരെയാണ് എന്ന് ന്യായീകരിച്ചാലും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ബലം വരുന്നത് ആ രീതിയിലായിരിക്കില്ല എന്ന് മുസ്ലിം ലീഗുകാർ ഓർത്താൽ നന്നായിരിക്കും.